കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവുമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഫിലദൽഫിയ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരവസരം നൽകിത്തന്ന എൻ്റെ ആത്മീയ സുഹൃത്തായ പ്രിയ ജീവൻ ബ്രദറിനെ ഓർക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആത്മീയമായ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒത്തിരി ദൈവദാസന്മാർ സഭയോടുള്ള ബന്ധത്തിലുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോഴും പിന്നീടും ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഈ ദൈവവചനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ബലമാകും, പ്രചോദനമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഗുജറാത്തിലാണ് ആയിരിക്കുന്നത്. ദൈവിക വിടുതലുകൾ, ദൈവിക സംരക്ഷണങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കുന്നു. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എൻ്റെ സാക്ഷ്യവാചകങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് രാവിലെയും എനിക്കത് ആവർത്തിച്ച് പറയുന്നതിന് സന്തോഷമേയുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വിടുതലുകൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് നമ്മെ സംരക്ഷിക്കുന്ന ദൈവിക സംരക്ഷണങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിനും ഒരു പ്രചോദനമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയോട് ബന്ധത്തിൽ ഗുജറാത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ വിവിധ ജയിലുകളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ 2017 ഡിസംബർ മാസത്തിൽ 25 മുതൽ 31 വരെ ക്രിസ്മസ് സമയത്തോടുള്ള ബന്ധത്തിൽ വിവിധ ജയിലുകളിൽ സുവിശേഷങ്ങൾ പ്രവർത്തനം നടത്തി. 2018 ജനുവരി മാസം 1-ാം തീയതി ഞങ്ങൾ താമസിക്കുന്ന ബറോഡയിലേക്ക് വരുന്ന സമയം അഹമ്മദാബാദിനും ബറോഡയ്ക്കുമിടയിൽ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ വാഹനത്തിൻ്റെ ടയറ് ബ്ലാസ്റ്റ് ആകുകയും വാഹനം പലയാവർത്തി മറിയുകയും ചെയ്തു. എന്നാൽ അവിടെ മുതൽ ദൈവിക കരുതലുകൾ ആരംഭിക്കുവാൻ തുടങ്ങി. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം. ദൈവം നമ്മുടെ ജീവിതത്തിലൊരു പരീക്ഷ അനുവദിക്കുന്നെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന അനുവദിക്കുന്നെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട്, ഒരു ചെങ്കടൽ, ഒരു മരുഭൂമി അനുവദിക്കുന്നെങ്കിൽ അതിനു മുൻപ് തന്നെ അതിനകത്തുള്ള കരുതലുകളും ദൈവം ഒരുക്കി വയ്ക്കും. ചെങ്കടൽ തന്നിട്ടല്ല വഴി ഒരുക്കുന്നത്, വഴി ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ചെങ്കടൽ നമ്മുടെ മുൻപിലേക്ക് ദൈവം അനുവദിക്കുന്നത്. മന്നയും കാടപ്പക്ഷികളുമൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് മാത്രമേ ആ ചൂട് നിറഞ്ഞ മരുഭൂമിയിലേക്ക് ദൈവം തള്ളിവിടത്തുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, ആ അപകടത്തിൻ്റെ സമയം മുതൽ ദൈവിക കരുതലുകൾ ഞങ്ങൾ അനുഭവിച്ചു തുടങ്ങി. വാഹനം അത്രയും മറിഞ്ഞിട്ടും ഈ വാഹനം ചെന്ന് മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയോ മറ്റൊരു വണ്ടി വന്ന് ഇതിലിടിക്കുകയോ ചെയ്യാതെ ദൈവം സംരക്ഷിച്ചു. വാഹനം കുത്തിപ്പൊളിച്ച് ഞങ്ങളെ പുറത്തെടുക്കുമ്പോൾ ഞങ്ങൾ അൺകോൺഷ്യസ് ആയിരുന്നെങ്കിലും തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാൻ എൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്തു തന്നപ്പോൾ ഞാൻ അൺലോക്ക് ചെയ്ത് വിളിച്ചു എന്ന് പറയുന്നു. അത് ഇന്നും എനിക്ക് അത്ഭുതമാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും എണ്ണിപ്പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങളിലും ദൈവിക കരുതലുകൾ അനുഭവിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുമ്പോൾ എനിക്കും കുഞ്ഞിനും വലിയ ബുദ്ധിമുട്ടുകളില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് അസാധാരണമായ വിധം അവൾ തകർക്കപ്പെട്ടു. തലയിലും വാരിയലിനും ലങ്സിനും റിബ്സിനും ഒക്കെ സ്പൈനറിനുമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി. 5 പൊട്ടലുകൾ തലയ്ക്കുണ്ടായി, 14 വാരിയല്ലുകൾ തകർന്ന്, ലങ്സ് കലങ്ങിപ്പോയി. ഇങ്ങനെ അതിഭയാനകമായൊരവസ്ഥയിലേക്ക് അവൾ മാറ്റപ്പെട്ടു. വെന്റിലേറ്ററിലേക്ക് ആക്കിയപ്പോൾ
ഡോക്ടേഴ്സ് പറഞ്ഞ് 50-50 വി കാൺ സേ എനിത്തിങ്, ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയത്തില്ല, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ലോകത്തിലെ സകലമാന ദൈവമക്കളും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവായി ഞങ്ങൾ ഇന്നും ജീവനോടെയായിരിക്കുന്നു. മരിക്കുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിടത്ത്, സാധ്യതയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് 72 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ണു തുറക്കുവാൻ ദൈവം ബലപ്പെടുത്തി. ജനുവരി മാസം 5-ാം തീയതി ഹോസ്പിറ്റൽ കിടക്കയിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. ആ ദൈവശബ്ദം ഇന്നും ഞാൻ അതോർക്കുന്നു. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 15-ാമത് വാക്യം എൻ്റെ ചെവിയിൽ ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഐശയ്യാ 11:15, ഞാൻ മിസ്രയീം കടലിൻ്റെ നാവിന് ഉന്മൂലനാശം വരുത്തും, ഉഷ്ണക്കാറ്റോടെ നദിയുടെ മീതെ കൈവോങ്ങി 7 കൈവഴികളാക്കി ചിതറിപ്പിച്ച ചെരുപ്പ് നനയാതെ അക്കരെ കടക്കുമാറാക്കും. ഈ ശബ്ദം എൻ്റെ ചെവിയിൽ ഇങ്ങനെ ആവർത്തിച്ച് മുഴങ്ങിക്കൊണ്ടിരുന്നു. ചെരുപ്പ് നനയാതെ ഇസ്രായേൽ മക്കളെ ചെങ്കടലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ പ്രതിസന്ധിയിൽ നിന്ന് ചെരുപ്പ് നനയാതെ ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ആ സമയം ആ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങുമ്പോൾ അല്പം നനഞ്ഞാലും അല്പം പ്രതിസന്ധി ഉണ്ടെങ്കിലും സാരമില്ല, ഒന്ന് വീൽ ചെയറിലിരുന്നാൽ ഞാൻ സന്തോഷമാണ്. എൻ്റെ പ്രിയപ്പെട്ടവൾ ഒന്ന് വീൽ ചെയറിലിരുന്ന് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. ജീവിതകാലം മുഴുവൻ അവളെ നോക്കുവാൻ ഒരാളിനെ ഞാൻ ക്രമീകരിക്കാമെന്ന് ഞാൻ ആ ശബ്ദത്തോട് തിരിച്ചു പറയുമ്പോൾ എന്നോട് ആ വാക്ക് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, ചെരുപ്പ് നനയാതെ ഞാൻ അക്കരെ കടക്കുമാർക്കും. ഇംഗ്ലീഷിൽ അക്കരെ കടത്തുമെന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ മലയാളത്തിൽ ആ വാക്ക് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ചെരുപ്പ് നനയാതെ. ആ വാക്കിൻ്റെ ചെവിയിൽ ഇങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കളെ ചെങ്കടലിനകത്തുകൂടി കടത്തിയത് ചെരുപ്പിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ ഒരു പാട് പോലും ഇല്ലാതെ ഉണങ്ങിയ നിലത്തിലൂടെയെങ്കിൽ ഈ പ്രതിസന്ധിക്കകത്തുകൂടി ഒരു തുള്ളി വെള്ളത്തിൻ്റെ പാട് പോലും ഇല്ലാതെ ജയത്തിൻ്റെ ഉത്സവത്തോടെ ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അസാധാരണമായൊരു ധൈര്യം എൻ്റെ മേൽ വ്യാപരിച്ചു. ഇങ്ങനെ ഒരപകടം നടന്നിട്ടില്ലാത്തതുപോലെ, ഇങ്ങനെ ഒരു അപകടം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഒരു ഫീൽ എൻ്റെ ഉള്ളിലേക്ക് നിറയാൻ തുടങ്ങി. അവൾ മരിക്കും, എൻ്റെ പ്രിയപ്പെട്ടവൾ മരിക്കുമെന്ന് എത്രത്തോളം എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വ്യാപരിച്ചുവോ അത്രയും അതിനേക്കാളും ശക്തിയോടെ ചെരുപ്പ് നനയാതെ പുറത്തു വരും എന്നുള്ള വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് പ്രതിസന്ധിക്കകത്താണെങ്കിലും, നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും നമ്മെ ജീവിപ്പിക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. സാധ്യതകളില്ലെന്ന് നമ്മൾ വിചാരിച്ചാലും, നടക്കത്തില്ലെന്ന് നമുക്ക് തോന്നിയാലും, സകലതിനെയും ഉള്ളതിനെപ്പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള, ചാരത്തിൽ നിന്ന് തലമുറയെ തിരികെ തരുവാൻ കെൽപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതിയെ ഉളവാക്കുവാൻ കഴിയുമെന്നുള്ള ആ ഉറച്ച വാക്കുപോലെ വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് പകൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന, ഈ സമയം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും, നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ വായിച്ചു വിട്ട വാക്യങ്ങളിൽ വ്യാപരിച്ചു നിൽക്കുന്ന ദൈവശക്തി നമ്മളെ കടന്നു പിടിക്കുന്നെങ്കിൽ ആ കടന്നു പിടിക്കുന്ന വചനം നമ്മെ ജീവിപ്പിക്കും. ആ ജീവിപ്പിക്കുന്ന വചനം ഏത് സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരും. ഒരു വാളയിൽ ഒന്ന് ശ്രദ്ധിച്ചാട്ട, ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ ഒരിക്കൽ പോലും ഉണങ്ങിയ നിലം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിനകത്തില്ല. പുറകിലോട്ട് പോകാൻ കഴിയില്ല. ദൈവം ഒരു വഴി തുറക്കും, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും എന്നവർ ചിന്തിച്ചാൽ പോലും അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കാം? ഒരു അരവര വെള്ളം വറ്റിയാൽ മതി, അരവരെ അല്ലെങ്കിൽ ഒരു മുട്ടുവരെ ഒന്ന് വെള്ളം താണ് കിട്ടിയാൽ അവർ സന്തോഷമാണ്, അവർ ഹാപ്പിയാണ്. എന്നാൽ കാരണം എന്താണ്? തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വെള്ളം, ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വായ് പിളർത്തി നിൽക്കുന്ന വെള്ളം അരവര വറ്റിയാൽ
അല്ലെങ്കിൽ മുട്ടുവരെ ഒന്ന് വറ്റിക്കിട്ടിയാൽ, ഒന്ന് താണ് കിട്ടിയാൽ തന്നെ ഹാപ്പിയാണ്, സന്തോഷമാണ്. അവൻ അല്പമൊന്ന് താണാലും ഇന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധി അല്പമൊന്ന് വറ്റിക്കിട്ടിയാൽ, അല്പമൊന്ന് താണ് കിട്ടിയാൽ നമ്മൾ സന്തോഷമാണ്, നമുക്ക് ഹാപ്പിയാണ്. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം അരവര വറ്റിച്ചു എന്നല്ല, മുട്ടുവരെ വറ്റിച്ചു എന്നല്ല, നരിയാണിയോളം വറ്റിച്ചു എന്നല്ല. മലയാള വേദപുസ്തകം ആ വാക്കിനെ എടുത്ത് ഞാൻ ഉദ്ധരിച്ചു പറഞ്ഞാൽ, ചെരുപ്പിൻ്റെ അടിയിൽ ചെങ്കടലിലെ വെള്ളത്തിൻ്റെ ഒരു പാട് പോലുമില്ലാതെ ഒരു ഡ്രൈ ലാൻഡിലൂടെ ദൈവം അവരെ നടത്തിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുക, നിങ്ങൾ കടന്നു പോകുന്ന ഏതു സാഹചര്യമാണെങ്കിലും ആ സാഹചര്യങ്ങളുടെ ഒരു പാട് പോലും നിങ്ങളെ തൊടാതെ വെള്ളം എല്ലാം അങ്ങ് മാറ്റിയെന്നല്ല, രണ്ടു വശത്തേക്കും വകഞ്ഞു മാറ്റി ഇവരും നടക്കുന്നിടത്ത് അത് ബാധിക്കാതെ വണ്ണം രണ്ടു വശങ്ങളിലേക്കും മാറ്റി നിർത്തിയതുപോലെ ഇന്നെൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകളിൽ മൂടി നിൽക്കുന്ന പ്രതിസന്ധികളെ ദൈവം വകഞ്ഞു മാറ്റിയിട്ട അക്കരെ എത്തുന്നിടം വരെ ഒരു തുള്ളി വെള്ളം നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ വീഴാതെ, വഴിയിൽ വീഴാതെ നമുക്ക് വേണ്ടി വഴി തുറക്കുവാൻ, നമ്മളെ ഉണങ്ങിയ നിലത്തിലൂടെ ചുവട് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ പുറത്തു കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാൻ കഴിയും. ഞാൻ ജനുവരി മാസം 5-ാം തീയതി എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന ആ ദൈവ സാന്നിധ്യവും ആ ദൈവ ശബ്ദവും എന്നെ ബലത്തോടെ പുറത്തു കൊണ്ടുവന്നു. വെന്റിലേറ്ററിൽ കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവൾ, ഞാൻ മിക്ക സമയങ്ങളിൽ, കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റൽ, ഞങ്ങളെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിനും 2 കിലോമീറ്ററിനപ്പുറത്താണ് ഗുജറാത്തിലെ IPCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. ആ സഭയിലെ പല സഹോദരിമാർ ഈ ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ഞങ്ങൾക്കത് പിന്നീടാണ് മനസ്സിലായത്. ഒത്തിരി സഹോദരന്മാർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്തോത്രം, ഏത് സമയത്തും എൻ്റെ പ്രിയപ്പെട്ടവൾ കിടക്കുന്ന വെന്റിലേറ്ററിലേക്ക് എനിക്ക് അടുത്ത് ചെല്ലുവാൻ ഒരു അവസരം ലഭിച്ചു. മിക്ക സമയങ്ങളിലും ചെന്നിട്ട് ഈ വാക്യം ഞാൻ പറയും, നമ്മൾ ചെരുപ്പ് നനയാതെ പുറത്തു വരും, നീ ധൈര്യമായിരിക്കുക, ഞാനും കുഞ്ഞും പുറത്തുണ്ട്. പലയാവർത്തി പറഞ്ഞുകൊണ്ടിരുന്നു. 2 വശത്തെ ലങ്സ് കിഴിച്ച 2 ലിറ്ററിലധികം ബ്ലഡ് പുറത്തെടുത്തു. സാധ്യതയില്ലെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയെടുത്ത ജനുവരി മാസം 24-ാം തീയതി ഇത്രയും ശരീരം തകർന്ന അവസ്ഥയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുവാൻ ദൈവം ബലപ്പെടുത്തി. ഹല്ലേലൂയ. ഞാൻ മുഖപുരകൾ ദീർഘിപ്പിക്കാതെ സാക്ഷ്യങ്ങൾ അധികം പറയുന്നില്ല. തുറന്നുള്ള 9 മാസങ്ങൾ അതിഭയാനകമായ വേദനയിലൂടെ, അതിഭയാനകമായ ഒത്തിരിയധികം ശാരീരിക വേദനയിലൂടെ പ്രിയപ്പെട്ടവൾ കടന്നുപോയി. എന്നാൽ ആ വേദനകളുടെ ഇടയിലെല്ലാം ദൈവിക സംരക്ഷണങ്ങളും ദൈവിക കരുതലുകളും കാണുവാനും അനുഭവിക്കുവാനും ദൈവമിടയാക്കി. ഹല്ലേലൂയ. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അത്രയും പറഞ്ഞു നിർത്തട്ടെ. ഇന്ന് പകൽ ഈ സമയം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ കരുതുവാൻ, നമ്മെ സൂക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്, യേശു എങ്ങനെയുള്ളവൻ, യേശു എങ്ങനെയുള്ളവൻ. അതൊരു ചോദ്യമാണ്. സ്തോത്രം. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ ഒരാഗ്രഹമാണ് യേശു എങ്ങനെയുള്ളവനെന്ന് എനിക്കൊന്ന് കാണണം. സ്തോത്രം. അത് മറ്റാരുമല്ല, നമുക്കെല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ അവരുടെ സൺഡേ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ആ വ്യക്തിത്വം എല്ലാവരുടെയും ഉള്ളിൽ പലപ്പോഴും ഒരു ചിത്രം കണക്കെ തെളിഞ്ഞു വരുന്നൊരു മനുഷ്യനാണ്. സക്കായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ, 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളാണ് സക്കായി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. സക്കായി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഞാൻ സാക്ഷ്യങ്ങളിലേക്ക് അധികം വിശദീകരിച്ച് ഇനി പോകുന്നില്ല. ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് 1-2 ആത്മീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. ഈ 19-ാം അധ്യായം, ഒരു മനുഷ്യൻ, വളർച്ചയിൽ കുറിയവനായ ഒരു മനുഷ്യന് ഉള്ളിലൊരാഗ്രഹമുണ്ടായി. യെരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു, ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയെന്നുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. മാനുഷികമായി നോക്കിയാൽ പ്രമാണിയാണ്, പണം ഇഷ്ടം പോലുണ്ട്, ധനവൻ എന്നും എഴുതിയിട്ടുണ്ട്.
പുറമേ അവൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അതിനു വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. കാരണം ദാസന്മാരുണ്ട്, വേലക്കാരുണ്ട്, ചെയ്തു കൊടുക്കാൻ സുഹൃത്ത് വലയങ്ങളുണ്ട്, ചുങ്കം പിരിക്കുന്ന കൂടെ മാർക്കറ്റൊക്കെ റിലീസിനെടുത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കാം, കേന്ദ്രത്തിൽ പിടിപാടുണ്ടായിരിക്കാം. ഇങ്ങനെ ലോകപ്രകാരം വലിയ ബന്ധങ്ങളുള്ള, ലോകപ്രകാരം ഒരു വാഹനം മേടിക്കണമെന്ന് ചിന്തിച്ചാൽ, ഒരാളിനെ കാണണമെന്ന് ചിന്തിച്ചാൽ, ഒരു അധികാരിയെ കാണണമെന്ന് ചിന്തിച്ചാൽ ആ അധികാരി അങ്ങോട്ട് പോയി കാണേണ്ട പോലും ആവശ്യമില്ല, അവർ സക്കായിയുടെ വീട്ടിൽ വരാം. ഇങ്ങനെ സമൂഹത്തിൽ ഒരു വശത്തെ സാധാരണക്കാരുടെ ഉള്ളിൽ സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ പിടിപിച്ചു പറിക്കുന്ന, അല്ലെങ്കിൽ അകാരണമായി പലിശ മേടിക്കുന്ന ഒരു മനസ്സാണ് സാധാരണക്കാരുടെ ഉള്ളിലുള്ളതെങ്കിലും സമൂഹത്തിൽ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ അവർ സുഹൃത്തുക്കളാണ്. വലിയവരുള്ളതായ കോവർക്കേഴ്സിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് സക്കായി എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ സക്കായിക്ക് ഒരാളിനെ ഒന്ന് കാണണമെന്ന് ചിന്തിച്ചാൽ, ഒരു സാധനം മേടിക്കണമെന്ന് ചിന്തിച്ചാൽ വലിയ ശ്രമകരമല്ല. എന്നാൽ വളരെ ശ്രദ്ധിക്കുക, യേശുവിനെ കാണാൻ വേലക്കാരെ കൊണ്ട് നടക്കത്തില്ല, യേശുവിനെ കാണാൻ അവൻ പണമുള്ളത് കൊണ്ട് നടക്കത്തില്ല, യേശുവിനെ കാണാൻ അവൻ ഒത്തിരി ആൾക്കാർ കൂടെ ഉണ്ട്, ബന്ധങ്ങളുണ്ട് എന്ന് വിചാരിച്ചത് കൊണ്ട് യേശുവിനെ കാണാൻ കഴിയത്തില്ല. യേശുവിനെ കാണാൻ സ്വയം ഒരു ശ്രമം ആവശ്യമാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ് പ്രിയപ്പെട്ടവരെ. പണമുള്ളത് കൊണ്ടോ, ബന്ധങ്ങളുള്ളത് കൊണ്ടോ, സുഹൃത്തുക്കളുള്ളത് കൊണ്ടോ, ലോകത്തിൽ അറിയപ്പെടുന്നത് കൊണ്ടോ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അതിന് വ്യക്തിപരമായ ഒരു ശ്രമം ആവശ്യമാണ്. പത്രോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു വാക്യമുണ്ട്: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇപ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ടതാണ്. അതിന് ശ്രമം ആവശ്യമാണ്. യേശുവിനെ കാണേണ്ടത് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. കർത്താവ് എങ്ങനെയുള്ളവനെന്നറിയേണ്ടത് നാം അറിയേണ്ടതാണ്. നമ്മളതിന് ശ്രമം നടത്തേണ്ടതാണ്. ഇവിടെ ഈ മനുഷ്യൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. ഈ മനുഷ്യൻ്റെ ആഗ്രഹത്തെ ഒന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വിശദമാക്കുകയാണ്. സാധാരണ നമ്മൾ ചിന്തിക്കാറുണ്ട്, യേശുവിനെ കാണാൻ സക്കായി ആഗ്രഹിച്ചു, യേശുവിനെ കാണാൻ സക്കായി ആഗ്രഹിച്ചു. നോ, അങ്ങനെയല്ല വേദപുസ്തകം പറയുന്നത്. യേശുവിനെ കാണാൻ സക്കായി ആഗ്രഹിച്ചു എന്നല്ല ലൂക്കോസ് വിശേഷം 19 അധ്യായം 1 വാക്യം പറയുന്നത്. യേശുവിനെ സക്കായി കാണാൻ ആഗ്രഹിച്ചു എന്നല്ല, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ആഗ്രഹിച്ചു. കണ്ടോ, ആ രണ്ടിനും ഒത്തിരി അർത്ഥമുണ്ട്. അവൻ ശ്രമിക്കുന്നതിന് മുൻപേ, അവന്റെ ഉള്ളിൽ അവൻ അതിനുവേണ്ടി ശ്രമം നടത്തുന്നതിന് മുൻപ് അവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉടലെടുത്തു. എന്താണ് ആഗ്രഹം? യേശുവിനെ കാണണമെന്നുള്ളതല്ല ആഗ്രഹം. സ്തോത്രം. വീണ്ടും ഞാൻ പറയുന്നു, യേശുവിനെ കാണുക എന്നുള്ളതല്ല അവന്റെ ആഗ്രഹം. യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണണം. ഇത് രണ്ടാണ്. ഒരാളിനെ കാണുന്നതും ആ ആള് എങ്ങനെയുള്ളവനെന്ന് കാണുന്നതും രണ്ടാണ്. സ്തോത്രം. പറഞ്ഞുകൊടുത്തുള്ള അറിവ്, പറഞ്ഞു കേട്ട അറിവുണ്ട്, ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ അറിവുകളൊന്നും കൊണ്ട് എങ്ങനെയുള്ളവൻ എന്ന് അറിയുവാൻ കഴിയില്ല. സ്തോത്രം. എന്നെ കണ്ട് അറിയുന്നവരുണ്ട്. എന്നെ കണ്ടറിഞ്ഞു. ജോയ് പ്രകാശിനെ അറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടറിയാം. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ ആ അറിവല്ല എൻ്റെ ഭാര്യയ്ക്ക് എന്നെ കുറിച്ചുള്ള അറിവ്. വ്യത്യാസമുണ്ട്. ഞാൻ എങ്ങനെയുള്ളവനെന്ന് അറിയണത് കണ്ടിട്ടല്ല, അത് കൂടെ പാർത്തെങ്കിൽ മാത്രമേ ഞാൻ എങ്ങനെയുള്ളവനെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരുടെ വാക്കുകൊണ്ട്, മറ്റുള്ളവർ എഴുതിയത് കൊണ്ട്, മറ്റുള്ളവർ പ്രസംഗിച്ചത് കൊണ്ട് യേശുവിനെ എങ്ങനെയെന്നറിയാൻ കഴിയില്ല. യേശു എങ്ങനെയുള്ളവനെന്നറിയുന്നത്
വ്യക്തിപരമായ ശ്രമം കൊണ്ടാണ്. അല്ലെങ്കിൽ യേശുവിനെ കാണാൻ കഴിയും. യേശു അത്ഭുതമന്ത്രി എന്ന് ആരോ പ്രസംഗിച്ചു, അവരുടെ ജീവിതത്തിന് വിടുതൽ കണ്ടു യേശു അത്ഭുതമന്ത്രി. അങ്ങനത്തെ ഒരറിവല്ല നമുക്ക് വേണ്ടത്. യേശു എങ്ങനെയുള്ളവൻ. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ തന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷനും ആദ്യമേ അങ്ങ് പറയാം. സക്കായിയുടെ ആഗ്രഹം യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ. വളരെ ശ്രദ്ധിക്കുക, കാണുവാനാണ് സക്കായിയുടെ ആഗ്രഹമെങ്കിൽ യേശു മരത്തിൻ്റെ താഴെ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, സക്കായി നിന്റെ ആഗ്രഹം എന്താ? എന്നെ കാണാനല്ലേ? കണ്ടല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ തിരക്കി, എന്തെങ്കിലും സൗഖ്യം വേണോ? കാര്യങ്ങളൊക്കെ തിരക്കി പോകാം. അങ്ങനെയല്ല യേശു ചെയ്തത്. യേശു ആ മരത്തിൻ്റെ കീഴിൽ വന്നിട്ടാ സക്കായിയെ വിളിച്ച് നിലത്തിറക്കി. എന്നിട്ട് പറഞ്ഞു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാൻ പോകുക. കാരണം എന്താ? നീ ആഗ്രഹിച്ചത്, നീ ശ്രമിച്ചതും എന്നെ കാണാനല്ല, ഞാൻ എങ്ങനെയുള്ളവനെന്ന് കാണാനാ. ഹല്ലേലൂയ. ഒത്തിരി വിശ്വാസികൾ യേശുവിനെ കാണാറുണ്ട്. ആരാധനകളിൽ, പ്രസംഗങ്ങളിൽ, പാട്ടുകളിൽ, ഞായറാഴ്ച യോഗങ്ങളിൽ ഒക്കെ യേശുവിനെ കണ്ട് പോകാറുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിനിടയിൽ ചുരുക്കം പേർ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് പകൽ ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യമായി ഉരുത്തിരിയട്ടെ. ഞാൻ യേശുവിനെ കാണാൻ ശ്രമിക്കുന്നതാണോ? യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിക്കുന്നതാണോ? പറഞ്ഞു കേട്ട അറിവിൽ യേശുവിനെ കാണുകയാണോ? എൻ്റെ ശ്രമകരമായ ശ്രമത്തിലൂടെ ഞാൻ യേശു എങ്ങനെയുള്ളവനെന്ന് അറിയുവാൻ ശ്രമിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, യേശു എങ്ങനെയുള്ളവൻ, അവൻ്റെ ദൈവത്വം എന്താണ്, അവനിൽ മറഞ്ഞു കിടക്കുന്ന നന്മ എന്താണ്, അവൻ എങ്ങനെ ഉള്ളവനെന്ന് വാസ്തവമായി ഇന്ന് പകൽ തിരിച്ചറിയുന്ന ദിവസങ്ങളാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. യേശു അവനെ വിളിച്ചിറക്കിയിട്ട് പറയുന്നു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാൻ വേണ്ടി പോകുന്നു. കാരണം എന്താ? ഞാൻ എങ്ങനെയുള്ളവന് നീ മനസ്സിലാക്കാൻ പോകുന്നു. ഞാൻ എങ്ങനെയുള്ളവനെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നു. കാണുന്നവർക്ക് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് യേശു എങ്ങനെയുള്ളവനെന്ന് കൂടെ പാർത്ത സക്കായിക്ക് മനസ്സിലായി. അവൻ അവൻ്റെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുകയും ചെയ്തു. വളരെ ശ്രദ്ധിക്കുക, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുക. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും ആഗ്രഹവും. യേശുവിനെ ഒന്നറിയുക. ഹല്ലേലൂയ. എത്ര പേര് ഈ വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട്, ഈ ലോകത്തിൽ മറ്റേതിനേക്കാളും എൻ്റെ ആഗ്രഹം യേശുവിനെ ഒന്ന് അനുഭവിക്കുക, യേശുവിനെ ഒന്നറിയുക, യേശു എങ്ങനെയുള്ളവനെന്ന് വാസ്തവമായി മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഒരിക്കലൊരു രാജ്യത്തിലെ ഒരു രാജാവ് തൻ്റെ പ്രജകൾ എങ്ങനെയുള്ളവർ എന്നറിയാൻ വേണ്ടി വേഷം മാറി തൻ്റെ പ്രജകളുടെ അടുക്കലൊക്കെ ഒന്ന് പോകാൻ തീരുമാനിച്ചു. രാജാവ് അതിനുവേണ്ടി പല വേഷങ്ങളും തൻ്റെ ഉള്ളിൽ വന്നു. ഏത് വേഷത്തിൽ ചെല്ലണം പ്രജകളുടെ അടുക്കൽ? ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ രാജാവ് ചിന്തിച്ചു, ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ, ഒരു യാചകൻ്റെ വേഷത്തിൽ തൻ്റെ പ്രജകളുടെ അടുക്കൽ പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ രാജാവ് രാവിലെ എഴുന്നേറ്റ് തൻ്റെ രാജകീയ വസ്ത്രമെല്ലാം ഊരിവെച്ചിട്ട് ഒരു യാചകൻ്റെ വേഷം ധരിച്ച തൻ്റെ പ്രജകൾ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോയി. ഗ്രാമങ്ങളിലെ പലയിടങ്ങളിലൂടെയൊക്കെ പോയി പലതെയും കണ്ടു. പലരുടെയും പ്രതിസന്ധികളൊക്കെ താൻ പോകുമ്പോൾ കണ്ടു. പല യാചകരും പലയിടത്തു നിന്നും കൈനീട്ടുന്നു. അവരുടെ ഒപ്പം നിന്ന് ഈ രാജാവും കൈനീട്ടി. പലരും ആഹാരം കൊടുത്തു. പകലന്തിയോളം ഇങ്ങനെ നടന്നതിന് ശേഷം വൈകുന്നേരം ഈ രാജാവ് തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്ന വഴി ഒരു റെയിൽവേ പാളത്തിലൂടെയാണ് താൻ കൊട്ടാരത്തിലേക്ക് വരേണ്ടത്. ഇങ്ങനെ റെയിൽവേ പാളത്തിലൂടെ ക്രോസ് ചെയ്തു വരുമ്പോൾ അങ്ങ് തൊട്ടപ്പുറത്തൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു യാചകനിരുന്ന് എന്തോ ഉണ്ടാക്കുന്നു. രാജാവിനൊരു കൗതുകമായി. താൻ രാജാവാണ് എന്ന് തൻ്റെ ഉള്ളിലറിയാം. യാചകന്റെ വേഷം ധരിച്ച ഈ രാജാവ് യഥാർത്ഥ ഒരു യാചകനൊരുപ്പുണ്ട്. അവൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് കുശലാന്വേഷണം പറഞ്ഞു. എന്നാൽ ഈ യാചകൻ അറിയില്ല
അറിയില്ല ഇത് രാജാവാണെന്ന്. അദ്ദേഹം പറഞ്ഞു, ഇരിക്കുക സഹോദര, ഇരിക്കുക. അദ്ദേഹം വിളിച്ചിരുത്തി തന്നെ ഒത്തിരി സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രാജാവ് വേഷം മാറിയ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഉടനെ യഥാർത്ഥ ഭിക്ഷക്കാരൻ തൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഇരിക്കുന്നേ, ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് പോകാം. എന്നിട്ട് തൻ്റെ ഭാണ്ഡം തുറന്ന് വിളമ്പ് പൊട്ടിയ 2 പാത്രമെടുത്ത് ആ പൊട്ടിയ ചട്ടിയിൽ ഉണ്ടാക്കിയ എന്തോ പകലന്തിയോളം എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ ആരൊക്കെയോ കൊടുത്ത സാധനങ്ങൾ ആ പൊട്ടിയ ചട്ടിയിലിട്ട് ആ മരത്തിൻ്റെ കീഴിലിരുന്ന് ഉണ്ടാക്കിയ ആ യാചകൻ, ഈ രാജാവ് വേഷം മാറി വന്ന ഈ യാചകന്റെ വേഷം ധരിച്ച രാജാവിനും 2 പാത്രത്തിലായി അളന്നിട്ടു. എന്നിട്ട് ഒരു പ്ലേറ്റ് രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. രാജാവും ഇദ്ദേഹവും കഴിച്ചു. രാജാവിന് ഒന്നും ഈ യാചകൻ ഒരു ഭാവവ്യത്യാസമില്ലാതെ ഈ രാജാവ് ഇദ്ദേഹത്തോടൊപ്പം ഇരുന്ന് കഴിച്ചു. കഴിച്ചതിന് ശേഷം രാജാവ് ഹായ് പറഞ്ഞു, ബൈ പറഞ്ഞു തിരിച്ചുപോയി. പിറ്റേ ദിവസവും രാവിലെ രാജാവ് വേഷം മാറി മറ്റൊരു ദിക്കിൽ പോയി. മറ്റൊരു ദിക്കിൽ കടന്നു ചെന്നു തൻ്റെ രാജ്യത്തിലെ പ്രജകളുടെ ക്ഷേമ വിവരങ്ങളെല്ലാം കണ്ട് നടന്ന് മനസ്സിലാക്കി. തിരിച്ച് വരുന്ന വഴിയിൽ ഇതേ റെയിൽവേ ക്രോസിലൂടെ വരുമ്പോൾ ഇന്നലെ ഇരുന്ന അതേ യാചകൻ അതേ സ്ഥലത്തിരുന്ന് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ദൂരെ നിന്ന് കണ്ടപ്പോൾ ആ യാചകൻ കൈ കാണിച്ചു. അടുത്തു വന്നു. ഇന്നലത്തെ പോലെ തന്നെ സംസാരിച്ചിരുന്നു. പോകുന്ന സമയം പറഞ്ഞു, അത് ഇന്നലെ കഴിച്ചതല്ലേ, ഇന്നും കഴിച്ചിട്ട് പോകാം. അങ്ങനെ ഇന്നലത്തെ പോലെ തന്നെ ഭാണ്ഡം തുറന്നു. 2 വിളമ്പ് പൊട്ടിയ പാത്രം എടുത്തു. ഇന്നലത്തെ പോലെ ഉണ്ടാക്കിയത് 2ആയി പകുത്തു വെച്ചു. ഒന്ന് രാജാവിൻ്റെ കയ്യിലേക്ക് നീക്കി. രാജാവ് അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് കഴിച്ചു. ഇത് പല ദിവസങ്ങൾ ആവർത്തിച്ചു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ രാജാവിന് ഇദ്ദേഹത്തോടൊരു മതിപ്പ് തോന്നി. രാജാവ് തന്നെ ചിന്തിച്ചു, അയ്യോ ഇത്രയും ദിവസങ്ങൾ ഞാൻ രാജാവെന്നറിയാതെ ഈ മനുഷ്യൻ യാചകൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭിക്ഷാടനം നടത്തി തൻ്റെ പാത്രത്തിൽ വീഴുന്ന ഈ യാചകനായി കിട്ടിയ തൻ്റെ പാത്രത്തിൽ കിട്ടിയ ഈ ധാന്യം കൊണ്ടുണ്ടാക്കുന്നത് എനിക്ക് കൂടി തരുന്നല്ലോ, ഇവൻ ഷെയർ ചെയ്യുന്നല്ലോ, അതുകൊണ്ട് എനിക്കിവനെ ഒന്ന് മാനിക്കണം, എനിക്കിവനെ ഒന്ന് രാജ കൊട്ടാരത്തിൽ ഇവനെ കൊണ്ടുവന്ന് ഇവനൊരു നല്ലൊരു പദവിയൊക്കെ കൊടുക്കണം എന്ന് ഈ രാജാവ് ചിന്തിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം രാജാവ് ചിലത് മനസ്സിലുറപ്പിച്ച പിറ്റേ ദിവസവും വേഷം മാറി യാചകന്റെ വേഷം ധരിച്ച് പല ദിക്കുകളും സഞ്ചരിച്ച് തിരിച്ച് ഈ മനഃപൂർവ്വം ഈ യാചകന്റെ അടുക്കൽ വന്നു. എല്ലാ ദിവസത്തെയും പോലെ കുശലാന്വേഷണങ്ങൾ സംസാരിച്ചു. ഇന്നെവിടെ പോയി, ഇന്ന് എന്തു കിട്ടി, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ സംസാരിച്ച് പിരിയുമ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അന്നും രാജാവ് അദ്ദേഹത്തോടൊപ്പം യാചകന്റെ വേഷം ധരിച്ച് ആഹാരം കഴിച്ച് പിരിയുമ്പോൾ രാജാവ് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലുള്ള ഒരാളല്ല ഞാൻ. ഈ യാചകന് ഒന്നും മനസ്സിലായില്ല. യാചകൻ കണ്ണ് മിഴിച്ചു നിൽക്കുമ്പോൾ തൻ്റെ പൊക്കടത്തിൽ നിന്ന് കൈയിട്ട ഒരു മുദ്രമോതിരം എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്. എന്നിട്ട് ആ മുദ്രമോതിരം വിരലിലിട്ടു. എന്നിട്ട് രാജാവ് പറഞ്ഞു, നിനക്കെന്തു വേണമെങ്കിലും, കഴിഞ്ഞ 4 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഞാൻ ഇവിടെ വരുമ്പോൾ യാചകന്റെ വേഷത്തിലാണ്, നീ ഭിക്ഷാടനം നടത്തി കിട്ടിയതാ എനിക്ക് കൂടി പങ്കുവയ്ക്കുവാൻ നിനക്ക് മനസ്സുണ്ടായി. അതുകൊണ്ട് നീ ചോദിക്കുക, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഇനി നീ ഭിക്ഷാടനം നടത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ ഒന്ന് മാനിക്കാൻ വേണ്ടി പോകുന്നു. കൊട്ടാരത്തിലേക്ക് വരിക. ഇത് പറയുമ്പോൾ യാചകൻ 2 കൈയും കൂപ്പി നിറകണ്ണുകളോടെ പറഞ്ഞു, ഇല്ല രാജാവേ, എനിക്കൊന്നും വേണ്ട. വീണ്ടും രാജാവ് അദ്ദേഹത്തിൻ്റെ തോളത്തട്ടി, ഇല്ല അങ്ങനെ പറയരുത്, എന്തെങ്കിലും ആവശ്യപ്പെടുക, ഇത് ഞാൻ നിനക്ക് വേണ്ടി ആജ്ഞാപിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇത് പറയുമ്പോൾ രാജാവിൻ്റെ മുൻപിൽ ആ യാചകൻ 2 കൈയും കൂപ്പി പറഞ്ഞത് ഒത്തിരി ചിന്തനീയമായ വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, രാജാവേ, പൊന്നയജമാനനെ, ഈ യാചകനായ എൻ്റെ അടുക്കൽ യാചകനായ വേഷം ധരിച്ച രാജാവായ അങ്ങ് വന്നില്ലേ, അത് മാത്രം മതി. ഇല്ല, ഇനിയും അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം ഞാനിരിക്കുന്ന ഈ സ്ഥലത്ത് അങ്ങൊന്ന് വന്നാൽ മതി. അങ്ങയുടെ സാന്നിധ്യം എൻ്റെ സാഹചര്യത്തിൽ ഒന്ന് അനുഭവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനായിരിക്കുന്ന ശൂന്യതയിൽ, ഞാനായിരിക്കുന്ന അനുഭവങ്ങളിൽ രാജാവെ അങ്ങയെ ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞാൽ, അങ്ങൻ്റെ അടുക്കൽ ഉണ്ട് എന്നൊരറിവുണ്ടെങ്കിൽ അത് മാത്രം മതി. ഈ ലോകത്തിൽ എനിക്ക് പണം വേണ്ട, പദവി വേണ്ട, സമൂഹത്തിൽ ഉന്നമനമായ ഒന്നും വേണ്ട. നാളെയും ഞാൻ ഭിക്ഷാടനം നടത്തി ജീവിച്ചോളാം. എന്നാൽ വല്ലപ്പോഴുമൊക്കെ അങ്ങൻ്റെ കൂടെ ഇരിക്കുന്നത് മാത്രം മതി. അതേ പ്രിയപ്പെട്ടവരെ, ഇത് കേവലം ഒരു കഥയാണെങ്കിലും ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.
എത്ര പേർക്ക് ഇന്ന് പകൽ പറയാം, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒന്നും മറുപടി കിട്ടിയില്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കുടുംബം ഒത്തിരി ഭൗതികമായി വളർന്നില്ലെങ്കിലും ഈ രാജാവിൻ്റെ സാന്നിധ്യം, ഈ യേശു എങ്ങനെയുള്ളവനൊന്ന് അനുഭവിച്ചറിയുന്ന ഒരു മനസ്സ്, അതൊന്നെനിക്ക് വേണമെന്ന് ഇന്ന് എത്ര പേർക്ക് ആഗ്രഹിക്കാൻ പറ്റും? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, ഏറ്റവും വലിയ ചിന്ത, ഏറ്റവും വലിയ സ്വപ്നം അതായിരിക്കട്ടെ, യേശുവിനെ ഒന്ന് അനുഭവിച്ചറിയുക. പൗലോസിന്റെ ജീവിതത്തിലെ അനുഭവം, ആഗ്രഹം അതായിരുന്നു, ക്രിസ്തുവിനെ അനുഭവിച്ചറിയുക. ദാവീദ് പറയുന്ന യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. അതേ പ്രിയപ്പെട്ടവരുടെ സക്കായിയുടെ ആഗ്രഹം യേശുവിനെ കാണുക എന്നുള്ളതല്ല, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുക എന്നുള്ളതാണ്. അതേ പ്രിയപ്പെട്ടവരെ, അതിനൊത്തിരി അർത്ഥമുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാട്ട്, എല്ലാം ഭൗതികമായി അവന് നേടുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ യേശുവിനെ കാണുവാൻ നോക്കിയപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, വളർച്ചയിൽ കുറിയവനാണ് എന്നുള്ളത് കൊണ്ട്. ഒത്തിരി ചിന്തിപ്പിച്ചൊരു വാക്ക. മൂന്നാമത്തെ വാക്യം, വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. ഓക്കെ, അവൻ്റെ സിറ്റുവേഷൻ, യേശുവിനെ കാണുവാനുള്ള ആഗ്രഹം, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ കാണാനാണെങ്കിൽ ദൂരെ ആരുടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ നിന്ന് കാണാം. പക്ഷേ ഇവൻ്റെ ആഗ്രഹം യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ച ഇവൻ ചുവട് വയ്ക്കുമ്പോൾ സംഭവിച്ചത് സാഹചര്യം നിമിത്തം കഴിഞ്ഞില്ല. ഇവന് പൊക്കക്കുറവ്. 2, പുരുഷാരം നിമിത്തം, സാഹചര്യം കൊണ്ട് കഴിഞ്ഞില്ല. എന്നാൽ 4ാമത്തെ വാക്യം ഒത്തിരി അർത്ഥമാണ്. അവൻ മുന്നോട്ട് ഓടി. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന് കൈമാറാനുള്ളത്, ദൈവത്തിന് നിങ്ങളുടെ അന്തരാത്മാവിന് ഉറപ്പിക്കാനുള്ള ഒരു പദം ഇതാണ്, മുന്നോട്ട് ഓടി. ഹല്ലേലൂയ. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു, ശ്രമിച്ചു, കഴിഞ്ഞില്ല. പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. സ്തോത്രം. പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. വളർച്ചയിൽ കുറിയവനായതുകൊണ്ട് കഴിഞ്ഞില്ല എന്നതിനേക്കാളും ഈ പുരുഷാരം ഇല്ലായിരുന്നെങ്കിൽ യേശുവിനെ ഇവന് കാണാമായിരുന്നു. അപ്പോൾ പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാൽ വീട്ടിൽ പോയെന്നല്ല വാക്യം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു, പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. ശ്രമം ഉപേക്ഷിച്ചു എന്നല്ല വാക്യം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു, കുറിയവൻ പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു എന്നല്ല പറഞ്ഞത്, മുന്നോട്ടോടി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹമുണ്ടോ? സാഹചര്യങ്ങൾ എത്ര എതിരാണെങ്കിലും, ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, ഒന്നുകൂടി പറഞ്ഞാൽ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ കഴിയുന്ന ഒരു സാധ്യതയും നിന്റെ മുൻപിലില്ലെങ്കിലും മുന്നോട്ട് ചുവട് വയ്ക്കാവോ? ഹല്ലേലൂയ. ഇവൻ മുന്നോട്ടോടി. അത് വളരെ സ്തോത്രം വ്യക്തിപരമായി എടുക്കേണ്ട തീരുമാനമാണ്. ഒന്ന്, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു, ശ്രമിച്ചു, മുന്നോട്ട് ഓടി. ആഗ്രഹിച്ചു, ശ്രമിച്ചു, മുന്നോട്ട്. ഇന്ന് ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരാഗ്രഹം ക്രിസ്തുവിനെ കുറിച്ചുണ്ടാകട്ടെ, ആ ആഗ്രഹത്തിന് വേണ്ടി ഒരു ശ്രമമുണ്ടാകട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, ഇഫ് യു ഹാവ് എ വിഷൻ, ഇഫ് യു ഹാവ് എ ഡിസയർ, നിങ്ങളുടെ ഉള്ളിലൊരു സ്വപ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലൊരു വിഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ അതിനു വേണ്ടി ഒരു ഡിസയർ ഉണ്ടെങ്കിൽ, നിങ്ങൾ അത് വിജയിച്ചിരിക്കും. നിങ്ങളതിന് വിജയിച്ചിരിക്കും. പലർക്കും പറ്റുന്ന പരാജയം പുരുഷാരം നിമിത്തം, സാഹചര്യം നിമിത്തം യേശു എങ്ങനെയുള്ളവനെന്ന് അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ സാഹചര്യങ്ങളിൽപ്പെട്ട് സക്കായി ഇന്ന് ഒതുങ്ങിയിരിക്കുകയാ. സക്കായി എന്ന് പറയാം ഇന്നത്തെ കോണ്ടക്സ്റ്റിലെ സക്കായിമാർ. എന്നാൽ ബൈബിളിലെ സക്കായി നമുക്കൊരു മാതൃകയാകട്ടെ.
യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അകത്തുരുവായൊരാഗ്രഹം അതൊരു ശ്രമമായി മാറ്റപ്പെട്ടു. ആ ശ്രമത്തെ പരാജയപ്പെടുത്തുവാൻ യേശുവിൻ്റെ ചുറ്റും നിൽക്കുന്ന വലിയൊരു പുരുഷാരം, ആ സാഹചര്യം ഇവനെതിരായി മാറി. മാനുഷികമായി നോക്കിയാൽ യേശുവിനെ കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവൻ മിണ്ടാതിരുന്നില്ല. ആ സാഹചര്യം ഇവൻ ഇങ്ങനെ വളർത്തിയെടുത്തു. അതിനുവേണ്ടി കീപ്പ് ഓൺ ട്രൈയിങ്, കീപ്പ് ഓൺ പ്രാക്ടീസിങ്. ഇവൻ മുന്നോട്ടോടി. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിലൊരു ദർശനം ക്രിസ്തുവിനെ കുറിച്ച്, ഞാൻ മാനുഷികമായ പ്ലാനുകളെ കുറിച്ചല്ല പറയുന്നത്, ക്രിസ്തുവിനെ കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ദൈവവേലയെക്കുറിച്ച് ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്ലാൻ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ പുരുഷാര നിമിത്തം ശ്രമം ഉപേക്ഷിക്കേണ്ട സാഹചര്യം വരാം. ഹല്ലേലൂയ. അങ്ങനെ പുരുഷാര നിമിത്തം ചുറ്റും നിൽക്കുന്ന പുരുഷാരം വളർച്ചയിൽ കുറിയവനാകൊണ്ട് കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ ചുറ്റും നിൽക്കുന്നവരൊക്കെ ഇവനേക്കാളും മുകളിൽ ഉയർന്നു നിൽക്കുന്നു. ഇവൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സാധ്യതയില്ലെന്ന് മറ്റുള്ളവരൊക്കെ ഇവനെ അടിച്ചൊതുക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ ഇവൻ ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഇവൻ മുന്നോട്ടോടി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ ചുവടുവയ്പ് മുന്നോട്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ടാകട്ടെ. അവൻ 2 ആഴ്ച പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല, ഞാൻ പുറകോട്ട് പോകുന്നു എന്നല്ല. ഇതുവരെ ഞാൻ വിശ്വസ്തയോടെ നിന്നു, എന്നിട്ടും എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ നേടുവാൻ കഴിഞ്ഞില്ല. ഞാൻ നേടുക ഭൗതികമല്ല, ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല, ഞാനിതാ നിർത്തുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്. ഞാൻ മുന്നോട്ട് തന്നെയായിരിക്കും. കീപ്പ് ഓൺ ഗോയിങ്, കീപ്പ് ഓൺ പ്രാക്ടീസിങ്, കീപ്പ് ഓൺ പ്രേയിങ്. അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. ഇവിടെ നമ്മൾ ജയിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. സാഹചര്യത്തെ ജയിച്ചാൽ, യെസ്, ലെറ്റ്സ് ടേക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ്. നിങ്ങൾ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അത്. നിങ്ങളെടുക്കേണ്ട കാര്യമാണ്. സാഹചര്യത്തിന് പറയാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ, നിനക്കേശുവിനെ അനുഭവിക്കാൻ കഴിയില്ല, നിനക്കേശുവിനെ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ കഴിയില്ല, ഞങ്ങളൊക്കെ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് ലോകത്തിന് പറയാനുള്ളത്. പുരുഷാരത്തിനെപ്പോഴും സക്കായിയോട് പറയാനുള്ളത്, നിനക്ക് ലോകപ്രകാരമെല്ലാം നേടിക്കോ, പക്ഷെ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ കഴിയത്തില്ല. എന്നാൽ സക്കായി തിരിച്ചു പറയുന്നത്, എനിക്ക് കഴിയത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാൻ മുന്നോട്ട് തന്നെ ചുവട് വെച്ചുകൊണ്ടിരിക്കും. കാരണം എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ ശ്രമിച്ചാൽ എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് ഈ പുരുഷാരത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന സാഹചര്യത്തെ ഇന്ന് പകൽ ജയിച്ചാൽ നിങ്ങളുടെ ആത്മീയ ജീവിതം, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങളുടെ ശുശ്രൂഷ ജീവിതം, നിങ്ങളുടെ കുടുംബ ജീവിതം വിജയിക്കും. ഹല്ലേലൂയ. ഒത്തിരി വിശദീകരിക്കാനുണ്ടെങ്കിലും ഞാൻ വിശദീകരിക്കുന്നില്ല. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ പറയുന്നു, ഹബക്കൂക്ക് ചാപ്റ്റർ 3 വേഴ്സ് 17 ഓൺവേഴ്സ്, അത്തിവൃക്ഷം തളിർക്കുന്നില്ല, മുന്തിരിവള്ളിയിൽ ഫലമില്ല, ഗോശാലകളിൽ കന്നുകാലികളില്ല, നിലം വിളഞ്ഞ ആഹാരം തരുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തിയെന്നല്ല, അതുകൊണ്ട് ഞാനെല്ലാം പൂട്ടിക്കെട്ടി വെച്ചു എന്നല്ല, ഇതുവരെ ആഗ്രഹിച്ചതൊന്നും നടന്നില്ല. ദർശനം 2-ാം അധ്യായത്തിൽ എഴുതി വെച്ചു, അത് ഓടിച്ചു വായിക്കാൻ തക്കവണ്ണം വലിയ അക്ഷരത്തിൽ തെളിവായി എഴുതി വെച്ചു. 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആണ്ടുകൾ കഴിയുന്നതിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞു, എഴുതി വെച്ചു, ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതീക്ഷിച്ചതുപോലെ അത്തി തളിർക്കുന്നില്ല, ഗോശാലകളിൽ കന്നുകാലികളില്ല, ആഗ്രഹിച്ചതുപോലെ ഒരു മറുപടിയുമില്ല. അതുകൊണ്ട് പ്രാർത്ഥന നിർത്തിയെന്നല്ല, നിലവിളി നിർത്തിയെന്നല്ല, അടുത്ത പദം എങ്കിലും ഞാൻ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കും, എങ്കിലും ഞാൻ പ്രാർത്ഥിക്കും, എങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതേ പ്രിയപ്പെട്ടവരെ, പുരുഷാര നിമിത്തം
സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിങ്ങളുടെ ആഗ്രഹത്തിന്, ക്രിസ്തുവായുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യത്തിന്, ശ്രമത്തിന് തടസ്സമാണെങ്കിൽ ആ പുരുഷാരത്തെ ജയിച്ച് നിങ്ങൾ മുന്നോട്ട് ചുവട് വെച്ചാൽ ഒരു പ്രതീക്ഷയുണ്ട്. ആ ഒരു വാക്കുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കട്ടെ. 4-ാം വാക്യം, അവൻ മുന്നോട്ട് ഓടി. ആ ഒരു വേർഡ് നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിടുക. സാഹചര്യം എത്ര എതിരാണെങ്കിലും, എന്ത് പ്രതിസന്ധി മുന്നിൽ വന്നാലും ചുവട് മുന്നോട്ടായിരിക്കും. അതല്ലേ ഭക്തന്മാർ പാടിയത്? ക്രൂശന്റെ മുൻപിൽ ലോകമൻ പിൻപിൽ, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ഹല്ലേലൂയ. നോ ടേണിംഗ് ബാക്ക്. മുന്നോട്ട്, ക്രിസ്തുവിനെ നേടാൻ മുന്നോട്ട്, ദൈവനാമത്തിൽ മുന്നോട്ട്. ഹല്ലേലൂയ. ഇവൻ മുന്നോട്ടോടി കാട്ടത്തിയിൽ കയറി ഇരിക്കുമ്പോൾ 4-ാമത്തെ വാക്യം, അവസാനത്തെ പദം ഒത്തിരി ആശ്വാസം നൽകുന്ന, എൻ്റെ സ്തോത്രം, എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച, ബലപ്പെടുത്തിയ ഒരു വാക്യമാണ് ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ സെക്കൻഡ് പോർഷൻ. അതിങ്ങനെ വായിക്കുന്നു, യേശു ആ വഴി വരികയായിരുന്നു. ഏത് വഴി? യേശു വന്ന വഴിയിൽ സക്കായി ഇരുന്നെന്നാണോ? സക്കായി ഇരുന്ന മരത്തിൻ്റെ കീഴിലുള്ള ആ വഴിയെ യേശു വരികയായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, സക്കായി ഇരുന്ന മരത്തിൻ്റെ കീഴിലുള്ള വഴിയിലൂടെ യേശു വരികയായിരുന്നു. ജീസസ്. വിശ്വസിക്കാൻ കഴിയുമോ? നീ മുന്നോട്ടോടി. ക്രിസ്തു എങ്ങനെയുള്ളവൻ? നിന്റെ ആഗ്രഹം കാശുണ്ടാക്കാനല്ല, നിന്റെ ആഗ്രഹം ഭൗതിക നേട്ടത്തിനല്ല, നിന്റെ ആഗ്രഹം ഒരു രോഗസൗഖ്യമല്ല, നിന്റെ ആഗ്രഹം 5 അപ്പം പെരുപ്പിക്കുമ്പോൾ അതിനകത്ത് 2 അപ്പം കിട്ടാനല്ല. നീ ഇപ്പോൾ ശ്രമിക്കുന്നത്, നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, നീ ഇപ്പോൾ മുന്നോട്ടോടുന്നത് മുഴുവൻ യേശുവിനെ അനുഭവിക്കാനാ. ജീസസ്. ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. നമ്മൾ എന്തിനാ പ്രയോറിറ്റി കൊടുക്കുന്നത്? ക്രിസ്തുവിനെ കാണാനാണോ? അതിനു വേണ്ടിയാണോ നമ്മൾ ശ്രമിക്കുന്നത്? പുരുഷാരത്തിൻ്റെ സമ്മർദ്ദം ചുറ്റും നിൽക്കുമ്പോൾ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ചുറ്റും നിൽക്കുമ്പോഴും ശ്രമം ഉപേക്ഷിക്കാതെ നീ മുന്നോട്ടോടിയിട്ടുണ്ടോ? ജീവിതത്തിൽ കൈപ്പേറിയ പ്രതിസന്ധികളുടെ രാത്രികൾ കടന്നു വരുമ്പോഴും യേശുവിനെ അനുഭവിച്ചറിയണമെന്ന അതിയായ ആഗ്രഹം നിന്റെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഇരിക്കുന്നത് കാട്ടത്തിയാണെങ്കിലും, നീ ഇരിക്കുന്നത് ഇരുട്ടമുറിയിലാണെങ്കിലും, നീ ഇരിക്കുന്നത് തീക്കകത്താണെങ്കിലും, നീ ഇരിക്കുന്നത് സിംഹക്കുഴിക്കകത്താണെങ്കിലും, നീ ഇരിക്കുന്നത് പടകിനകത്താണെങ്കിലും, നിന്റെ അടുക്കൽ ദൈവം തൻ്റെ സാന്നിധ്യം അയച്ചിരിക്കും. ജീസസ്. അപ്പോൾ നമ്മെ നിയന്ത്രിക്കേണ്ടത് സാഹചര്യങ്ങളല്ല. ഇരിക്കുന്നത് കേബാർ നദിയുടെ തീരത്താണെങ്കിലും യഗസ്കേൽ കാണുന്നത് തുറന്ന സ്വർഗമാണ്. അപ്പോൾ സക്കായി ഇരിക്കുന്നത് കാട്ടത്തിയിലാണ്. കാട്ടത്തിമേലെന്നല്ല എഴുതിയിരിക്കുന്നത്. യെസ്, കാട്ടത്തി എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. സ്തോത്രം. മാനുഷികമായി ചിന്തിച്ചാൽ കാട്ടത്തി എന്ന് പറഞ്ഞാൽ കാട്ടൊലിവ്, നാട്ടൊലിവ്. അപ്പം നാട്ടത്തി അല്ല, ഇത് കാട്ടത്തിയാണ്. അങ്ങനെയുള്ള ഇരിക്കുന്നതൊരു കാട്ടത്തിയാണെങ്കിലും, സാധ്യതയില്ലാത്ത ഇലകൾക്ക് മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും, നീ ഇരിക്കുന്നതിൻ്റെ അടിയിലൂടെ നിന്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് യേശു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുറിക്കകത്ത് 4 ചുവരുകൾക്കകത്ത് വിരിച്ചിട്ട പായിൽ യേശുവിൻ്റെ സാന്നിധ്യം, ആ ദൈവം എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ, യേശുവിൽ മറഞ്ഞിരിക്കുന്നത് എന്തെന്നൊന്നറിയുവാൻ ആഗ്രഹിച്ച് കൊതിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, സാഹചര്യങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കാതെ നിങ്ങൾ ആഗ്രഹിച്ച
ക്രിസ്തുവിനെ ഒന്ന് നേടേണ്ടതിന്, ആഴമായി ദൈവത്തെ ഒന്ന് അനുഭവിക്കേണ്ടതിന്, ആ സ്വപ്നം അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് കർത്താവ് വരും. ഉറപ്പുള്ള കാര്യമാണ്, ഉറപ്പുള്ള കാര്യമാണ്. ആ വാക്ക് ഒത്തിരി അർത്ഥം. യേശു പോയെന്നല്ല വാക്ക്, യേശു ആ വഴി വരികയായിരുന്നു. ആ വഴി വരികയായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നീ ഇരിക്കുന്ന കട്ടത്തിയുടെ കീഴിലൂടെ യേശു വരികയായിരുന്നു. ആമേൻ, സ്തോത്രം. അവൻ ആ സ്ഥലത്ത് എത്തി, മേൽപോട്ട് നോക്കി. എങ്ങനെ നോക്കി? ഹല്ലേലൂയ. സക്കായിയെ, നീ നിന്റെ വീട്ടിൽ യേശു എങ്ങനെയുള്ളവനെന്ന് കാണണമെന്ന് ഒരാഗ്രഹം ഉണ്ടായപ്പോഴേ കർത്താവിനറിയാം. ഈ പുരുഷാര നിമിത്തം നിനക്ക് കഴിയാതെ, ഈ പുരുഷാരത്തിൻ്റെ തള്ളലിനകത്ത് കിടന്ന് നീ സ്ട്രെയിൻ ചെയ്യുന്നത് നിന്റെ ഉടയവൻ അറിയുന്നുണ്ട്. നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നീ സ്ട്രെയിൻ ചെയ്യുന്നത് അറിയുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? കാണുന്നവനും കേൾക്കുന്നവനും മാത്രമല്ല, അറിയുന്നവനാണ് നമ്മുടെ ദൈവം. പുറപ്പാട് പുസ്തകം 3:7 അങ്ങനെയാണ് പറയുന്നത്. ഞാൻ അവരുടെ നിലവിളി കേട്ടു, കഷ്ടത കണ്ടു. അടുത്തൊരു പദം, സങ്കടം അറിയുന്നു. കാണുന്നവൻ കേൾക്കുന്നവൻ മാത്രമല്ല, അത് മനുഷ്യർക്കും പറ്റും. ഒരാളുടെ കഷ്ടത കാണാം, ഒരാളുടെ നിലവിളി കേൾക്കാം. എന്നാൽ ഒരാളിൻ്റെ സങ്കടം അറിയാൻ മനുഷ്യന് ബുദ്ധിമുട്ടാ. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ അറിയുന്ന ദൈവമാ, നിന്റെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ സക്കായിയുടെ ഹൃദയത്തിലെ നിരൂപണം ഒരു ഭൗതികമോ ഒരു കേവലം ഒരു ശാരീരിക വിടുതലിനോ അപ്പുറത്ത് ക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് കാണണമെന്നുള്ളത് നിരൂപണത്തെ അറിഞ്ഞ കർത്താവ് ഈ ആഗ്രഹത്തോടുകൂടി ഇരുന്ന് മരത്തിൻ്റെ കീഴിലൂടെ വന്നിട്ട് ഇവൻ ഇരുന്നിടത്ത് വന്നിട്ട് മേൽപോട്ട് നോക്കി. വിളിച്ച പദം ഒത്തിരി അർത്ഥമാണ്. പുരുഷാരത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് നിനക്കിപ്പോൾ കഴിയത്തില്ലെങ്കിലും നിന്റെ പേര് വിളിച്ച നിന്റെ വീട്ടിൽ കയറുന്നൊരു യേശുവുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അങ്ങനെയെങ്കിൽ യേശുവിനെ കാണുവാൻ നാളുകളായി കാണുക എന്ന് ഞാൻ കർത്താവിൻ്റെ സാന്നിധ്യം ആഴമായൊന്ന് അനുഭവിക്കാൻ, ക്രിസ്തുവിൻ്റെ വചനത്തിൽ ശക്തമായൊന്നുറയ്ക്കാൻ, ഭൗതികതയ്ക്കപ്പുറത്ത് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രൈസ്റ്റ് സെന്റേർഡായ ഒരു ലൈഫിന് വേണ്ടി ആഴമായി ആഗ്രഹിച്ച ആമൻ പ്രാർത്ഥിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിന്നെ അറിയുന്ന, നിന്റെ നിരൂപണം അറിയുന്ന, നീ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിനകത്തെ ഫീലിങ്സ് അറിയുന്ന യേശു നീ ഇരിക്കുന്ന അത്തികളുടെ കീഴിലൂടെ, നീ ഇരിക്കുന്ന കുടുംബത്തിനകത്തുകൂടി, നീ ഇരിക്കുന്ന സാഹചര്യം എത്ര പ്രതികൂലം നിറഞ്ഞതാണെങ്കിലും, യേശുവിനെ കാണുവാൻ സാധ്യതയില്ലാത്ത വഴിവക്കിലാണ് നീ നിൽക്കുന്നതെങ്കിലും, നീ ഇരിക്കുന്ന വഴി വക്കിലൂടെ കർത്താവ് വന്നിരിക്കും. ജീസസ് വന്നു വിളിച്ച വാക്ക, സക്കായി വേഗമിറങ്ങി. വേറൊന്നും പറയുന്നില്ല, കണ്ടോ? ഒറ്റ വാക്ക, സക്കായിയെ വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കുന്നു. ഹല്ലേലൂയ. കാരണം എന്താ? ഒന്നാം വാക്യം, യേശു എങ്ങനെയുള്ളവനെന്ന് എനിക്കൊന്ന് കാണണം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചവന് കണ്ടിട്ട് പോകുന്നവനല്ല ദൈവം. അവൻ എങ്ങനെയുള്ളവനൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഹല്ലേലൂയ. എന്താണ് ആ യേശുവിൻ്റെ സാന്നിധ്യം? എന്താണ് യേശു? അവനുമായി ഒരു ദിവസം ഇരുന്നാൽ അനുഭവിക്കുന്നത് എന്താ? ഇതൊക്കെ സ്തോത്രം 6-7 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സ്തോത്രം. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ഒരു ശ്രമമുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുമ്പോൾ ഒരു വാക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ ശുദ്ധ മനസ്സാക്ഷിയിലേക്ക് എറിഞ്ഞിട്ട് തരട്ടെ. ഒരു കല്ലെടുത്തെറിയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ആണി തറച്ചു വെക്കുന്നത് പോലെ ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ഒരു വാക്കിനെ ഒരു ആണി പോലെ തറയ്ക്കുന്നു. വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? യേശുവിനെ കാണാനാണോ? യേശു എങ്ങനെയുള്ളവനെന്ന്
കാണാനാണോ? യേശുവിനെ കണ്ടിട്ട് പോകുന്ന ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്. യേശുവിനെ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സ്തോത്രം. അത്ഭുതം ചെയ്യുന്ന യേശു, വിടുതൽ ചെയ്യുന്ന യേശു, പണം തരുന്ന യേശു, ഇങ്ങനെയൊക്കെ യേശുവിൻ്റെ ചിത്രങ്ങൾ, യേശുവിൻ്റെ കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് മനുഷ്യൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ യേശുവിനെ കണ്ടിട്ട് പോകുന്ന ഒത്തിരി പേരുണ്ട്. അതിലൊരാളായി ജീവിതം തീർക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്നാൽ അതിനപ്പുറത്ത് ഈ സക്കായി പൊക്കം കുറയവനാണെങ്കിലും പുരുഷാരം ചുറ്റും നിന്ന് ഇവരെ കാണാൻ അനുവദിക്കാത്തൊരു സാഹചര്യമാണെങ്കിലും സ്തോത്രം, ഇവന്റെ പ്രയോറിറ്റി സാമ്പത്തികമല്ല. കാരണം സാമ്പത്തികമാണ് ഇവന്റെ പ്രയോറിറ്റി എങ്കിൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ സമ്പത്തിനെ വലിച്ചെറിയില്ലായിരുന്നു. ഇവന്റെ പ്രയോറിറ്റി സമൂഹത്തിലെ സ്റ്റാൻഡേർഡ് അല്ല. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിരുന്നു ഇവന്റെ പ്രയോറിറ്റി എങ്കിൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതെല്ലാം വലിച്ചെറിയില്ലായിരുന്നു. ഒരുപക്ഷെ നേരത്തെ അതായിരിക്കാം. എന്നാൽ ഇവൻ അതിനേക്കാളൊക്കെ ഉപരി 19 അധ്യായം എത്തുമ്പോൾ ഒരു പ്രയോറിറ്റി ഇവന്റെ ഉള്ളിൽ കയറി. യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങളിത് ഡ്രൈവ് ചെയ്യുമ്പോഴാകാം ഈ വീഡിയോ കാണുന്നത്. ഒരുപക്ഷെ പ്രാർത്ഥനാ മുറിയിലിരിക്കുമ്പോഴാകാം ഈ ലൈവ് കാണുന്നത്. അല്ല, ഈ ശബ്ദം നിങ്ങൾ ഏതെങ്കിലും മീഡിയയിലൂടെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ കാണാം. ഏത് സമയത്ത് കണ്ടാലും ഈ ഒരു വാക്ക് നിങ്ങളുടെ ഉള്ളിൽ ചോദ്യമായി നിൽക്കണം. എന്താണ് എൻ്റെ പ്രയോറിറ്റി? യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനാണ് നീ ആഗ്രഹിച്ച, അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പ് പറയാം, നിശ്ചയമായും നീ ഇരിക്കുന്നിടത്ത്, നീ ഇരിക്കുന്ന വഴിയിലൂടെ യേശു വരും, നിന്നെ വിളിക്കും. നിന്റെ ആഗ്രഹം പോലെ അവൻ എങ്ങനെയുള്ളവനെന്ന് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തും. ജീസസ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കേട്ട വചനം നിമിത്തം ശുദ്ധിയുള്ളവരാകുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവവചനം നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ദൈവവചനം നമ്മെ ഉറപ്പിക്കുന്നതാണ്. ഉറപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ദൈവവചനം നമുക്ക് ആശ്വാസവും വിടുതലുമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഈ സന്ദേശം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. പലപ്പോഴും ഞങ്ങളുടെ പ്രയോറിറ്റി മറ്റ് പലതിനുമാകുമ്പോൾ സക്കായിയുടെ പ്രയോറിറ്റി യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാനായിരുന്നെങ്കിൽ ഞങ്ങൾക്കും നിന്നെ ജസ്റ്റ് കണ്ടാൽ പോരാ, നീ എങ്ങനെ ഉള്ളവനെന്നറിയണം. അത് ഞങ്ങളോടൊപ്പം നീ നിന്നെങ്കിലും മനസ്സിലാക്കും. അങ്ങനെയെങ്കിൽ ഒരിക്കലും വിട്ടുപോകാത്ത ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുന്ന അനുഭവം വരെ നീ ഞങ്ങളോട് ചേർന്ന് നിൽക്കേണ്ടതിന് മുന്നോട്ട് തന്നെ ചുവട് വയ്ക്കുവാൻ ഏത് സാഹചര്യങ്ങൾ പുരുഷാരം മുൻപിൽ കൊണ്ടുവന്നാലും അതൊന്നും ബാധിക്കാത്ത മുന്നോട്ട് ചുവട് വയ്ക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. മേ ഗോഡ് ബ്ലസ് യു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഫിലദൽഫിയ ചർച്ച് ഓഫ് ഗോഡിന് ദൈവം തന്നിരിക്കുന്ന വിഷനുണ്ട്. ദൈവം ദൈവത്തെ അനുഭവിച്ചറിയുവാൻ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന അതിയായ ആഗ്രഹമുണ്ട്. അത് ദൈവം അറിയുന്നുണ്ട്. നിശ്ചയം നിങ്ങളുടെ അടുക്കലൂടെ അവൻ വരും. നിങ്ങളുടെ ആഗ്രഹത്തെ അവൻ പൂർത്തിയാക്കും. ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു.